ഇതിന് ആർക്കും അതിങ്ങനെ പരിചയം കാണാൻ വഴിയില്ല. അധികം നമ്മുടെ നാട്ടിലൊക്കെ അധികം കാണാത്തതട്ട, റയറായിട്ട് മാത്രം പല സ്ഥലങ്ങളിൽ വായി വരുന്നുള്ളൂ. അത് തേടി പിടിച്ചു കൊണ്ടുവരുന്നത് തന്നെയാണ്. കാരണം വ്യാപകം അല്ലാത്തത് കൊണ്ട് ഇത് ഉള്ള സ്ഥലത്ത് നമ്മൾ തേടി പിടിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഞാനും കൊണ്ട് നട്ടതാട്ടത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയല്ലേ, ഇതിന് ഔഷധ ഗുണം ഉണ്ടെന്ന് പറയുന്നു. അതായത് ഷുഗർ രോഗികൾക്കും ഈ കപ്പ, സാധാരണ ഷുഗർ രോഗികൾക്ക് കപ്പ കഴിക്കാൻ പാടില്ല എന്നുള്ള പറയണേ, അവർക്ക് ഈ കപ്പ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തണ്ട് ഞാൻ ഒത്തിരി ദൂരത്തു നിന്നാണ് കൊണ്ട് നട്ടത്. ഇതിന് ഏറ്റവും എനിക്ക് ആകർഷണം തോന്നിയത് ഇതിൻ്റെ ഈ ഭംഗിയുള്ള ഒരു ഇലകളാണ്. ഇത്രയും ഭംഗി നമ്മുടെ സാധാ കപ്പയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ചെടിയുടെ ഒരു ഭംഗി നമുക്ക് തോന്നും. ഇപ്പോൾ ഇത് ഫ്ലവറായി തുടങ്ങി, ഈ തണ്ട് മൂത്തിട്ട് വേണം ഇനി നമുക്ക് കൂടുതൽ ഇതിലേക്ക് മാറ്റി നടാനായിട്ട്. പണ്ടൊക്കെ ഇത് കാണുമ്പോൾ ഓർമ്മയിൽ വരുന്നത്, പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഈ കപ്പയുടെ പൂത്ത് ഉണ്ടാവുന്ന കായ ഉണ്ടല്ലോ, ആ കായ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറുക്കിലിട്ടിട്ട് കുഞ്ഞു വണ്ടി ഉണ്ടാക്കിയിട്ട് ഉന്തി കളിക്കുമായിരുന്നു. അതാണ് എനിക്കിത് കാണുമ്പോൾ പഴയ കാലത്തെ ഓർമ്മ വരുന്നത്. പിന്നെ നമ്മുടെ ഈ കപ്പത്തണ്ട് നമ്മളിങ്ങനെ പുട്ട് കുത്തണ പോലെ കുത്തി അതിൻ്റെ ആ തണ്ട് ഉള്ളിലത്തെ സ്പോഞ്ച് പോലെയുള്ള ഭാഗം എടുക്കും. എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നമ്മളത് മാല അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റീസ് ഡിസൈനുകളൊക്കെ ആക്കി എടുക്കാറുണ്ട്. കൂടുതൽ ഞങ്ങളൊക്കെ അന്നത്തൊക്കെ നമ്മൾ ശാസ്ത്രോത്സവം കലോത്സവങ്ങളിലൊക്കെ സമയങ്ങളിൽ ഞങ്ങളത് മാല പോലെ ഉണ്ടാക്കി മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. പലതരം കളറുകൾ കൊടുത്തിട്ട് മാല ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ഈ ഇതൊക്കെ കാണുമ്പോൾ, കപ്പയെ കാണുമ്പോൾ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത്. പിന്നെ നമ്മളിതാണെങ്കിൽ ഇത് ഇങ്ങനെ മുറിച്ച് ഈ ഒരു കപ്പ എടുത്തിട്ട് കപ്പയുടെ ഇല ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് കീറി ഇങ്ങനെ മാല പോലെ പൊട്ടിച്ച് മാല പോലെ ഉണ്ടാക്കിയിട്ട് കളിക്കുമായിരുന്നു. ഇതൊക്കെയാണ് പഴയ കാലങ്ങളിലൊക്കെ കുറച്ചൊക്കെ ഓർമ്മ വരുന്നത്.